ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്പിൻബാവൂരാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര മലക്കപ്പാറ എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. അതിരപ്പള്ളി, വാഴച്ചാൽ, പുളിയിലമ്പാറ, ഷോളയാർ വഴിയാണ് മലക്കപ്പാറ പോകേണ്ട റൂട്ട്. 55 കിലോമീറ്ററിലും ഫോറസ്റ്റിൽ കൂടെയുള്ള യാത്രയാണ്. കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ റൂട്ടും കൂടിയാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ കേരള സർക്കാർ നമ്മുടെ സ്വന്തം ആനവണ്ടിയിലാണ്. അപ്പോൾ ചാലക്കുടി എന്നുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ചാലക്കുടി KSRTC സ്റ്റാൻഡ് എത്തി. നമുക്ക് പോകേണ്ട വണ്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ബസ് ഇവിടുന്ന് നേരെ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ചെല്ലും. അവിടെ നിന്നാണ് മലക്കപ്പാറ പോകുന്നത്. അതുപോലെ തന്നെ ബസ്സിൻ്റെ ബാക്കിയുള്ള ടൈമും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വാഹനങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ വാഴച്ചാൽ ഫോറസ്റ്റ് വഴി വനംവകുപ്പ് ചെക്ക് പോസ്റ്റ് ഇപ്പോൾ അടച്ചിട്ടേക്കാണ്. അപ്പോൾ ആ ഒരു യാത്ര KSRTC ആണ്. അപ്പോൾ താഴെ ഈ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ഫോൺ നമ്പറും അതുപോലെ തന്നെ ചാലക്കുടി ഡിപ്പോയിലെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് എത്തി. KSRTCയിലായതുകൊണ്ട് ചെക്ക് പോസ്റ്റ് തുറക്കേണ്ട താമസമുണ്ടായുള്ളൂ. പ്രൈവറ്റ് വാഹനങ്ങളിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ വണ്ടി നമ്പറും അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് പോസ്റ്റിൽ എഴുതി കൊടുത്ത ശേഷം ഒരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ കാണിക്കണം. അതുപോലെ തന്നെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആണ് ഇതുവഴി വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. 6 മണി കഴിഞ്ഞാൽ ഒരു വാഹനത്തിനും ഇതുവഴി പ്രവേശനമില്ല. ബൈക്കിലാണ് വരുന്നതെങ്കിൽ വൈകിട്ട് 4 മണിക്ക് മുമ്പായി വരണം. കേരളത്തിലെ മികച്ച മഴക്കാടുകളിൽ ഒന്നായ വാഴച്ചാൽ വനമേഖലയെ ഷോളയാർ റെയിൻ ഫോറസ്റ്റ് എന്നുകൂടി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ഞങ്ങൾ കുറച്ച് പേര് മുന്നിട്ട് വന്നപ്പോൾ പുളിയിലമ്പാറ എന്നൊരു ചെറിയൊരു ഗ്രാമമുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് 10 മിനിറ്റ് ഗ്യാപ്പുണ്ട്. വരുന്നവർക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. പിന്നെ മലക്കപ്പാറ എന്തെങ്കിലും ഫുഡ് കിട്ടുള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര ആരംഭിച്ചു. കോവിഡ് കാലം നമുക്ക് മനുഷ്യർക്ക് ഒരുപാട് ദുരിതങ്ങളാണ് സമ്മാനിച്ചതെങ്കിലും വനവും വന്യജീവികൾക്കും വല്ലാത്തൊരു ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. സഞ്ചാരികളുടെ വരവ് ഇല്ലാതായതോടെ സഞ്ചാരികൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും അതുപോലെ തന്നെ മറ്റുള്ള മാലിന്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതായി. വന്യജീവികൾക്ക് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ കാടിനകത്ത് സ്വൈര്യവിഹാരം നടത്തുന്നതിന് തടസ്സങ്ങളൊന്നും തന്നെയില്ല. മൃഗങ്ങളെ കാണുമ്പോൾ വണ്ടി നിർത്തുക, ഹോൺ മുഴക്കുക, ശബ്ദമുണ്ടാക്കുക തുടങ്ങിയ പ്രവണതകളൊന്നും തന്നെ ഇല്ലാതായി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പൈപ്പ് ലോവർ ഷോളയാറിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് ജലം എത്തിക്കുന്നതിനുള്ള പൈപ്പാണിത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ കാഴ്ച ലോവർ ഷോളയാർ ഡാമിൻ്റെ റിസർവെയർ ആണ്. ലോവർ ഷോളയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലും അപ്പർ ഷോളയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലുമാണ്.
കാനനഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മളങ്ങനെ മലക്കപ്പാറ എത്തി. അപ്പോൾ 1 മണിക്കൂർ താമസമുണ്ട് ബസ് തിരിച്ചു പോകാൻ. ഈ വന്ന ബസ്സിൽ തന്നെ നമ്മൾ തിരിച്ചു പോകണം. മലക്കപ്പാറ എന്താ കാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. മലക്കപ്പാറ കാണാനുള്ള കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറേ തേയിലത്തോട്ടങ്ങളാണ്. നല്ല കാറ്റൊക്കെ, നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. അപ്പം നമ്മുടെ ബസ് ഓടിച്ച ഡ്രൈവറായിട്ടാണ്. ഡ്രൈവറായിട്ടിനെ പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്താ? എവിടെയാണ് സ്വദേശം? ചാലക്കുടി അടുത്ത് കുറ്റിച്ചിറ. അപ്പോൾ ഈ റൂട്ടിൽ ബസ് ഓടിക്കുന്നത് ഇപ്പോൾ എത്ര നാളായി? 6-7 വർഷമെങ്കിലായിട്ടുണ്ട്. ഈ റൂട്ടിലുള്ള എക്സ്പീരിയൻസ് താങ്കൾ ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? ഈ റൂട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ കെയർ ചെയ്ത് പോകേണ്ട ഒരു സ്ഥലമാണ്. ശ്രദ്ധിച്ചു പോകണം, അത്രയേ ഉള്ളൂ. പിന്നെ ഏത് സമയത്തും വല്ല വളവിലൊക്കെ മൃഗങ്ങളുണ്ടാവാം. പിന്നെ ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് ഇപ്പോൾ ബസ്സുകൾ പോകുമ്പോൾ കുഴപ്പമില്ല. മറ്റത് ഈ ബൈക്ക് ഭയങ്കര റഷായിട്ട് അവർ വരിക, അവർ റോങ് സൈഡ് കയറി വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കണം. വേറെ വിഷയമൊന്നുമില്ല. ഏതെങ്കിലും സമയത്ത് വരുന്ന വഴിക്ക് ആനയൊക്കെ റോഡിന് വട്ടം നിന്ന് പോലെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആനയുണ്ട്, കടുവയുണ്ട്, പുലികൾ. രാത്രി വരുന്ന സമയത്തൊക്കെ പുലിനെ കണ്ടുണ്ട്. ഈ ആനയൊക്കെ റോഡിന്റെ സെന്ററിൽ നിന്ന് വണ്ടിക്ക് പോകാൻ പറ്റാണ്ട് കുറെ നേരം അങ്ങനെ വണ്ടി ഈ റൂട്ടിലെ ആനയ്ക്ക് പൊതുവെ ശല്യമില്ലാത്ത ആനയാണ്. അപ്പൊ നമ്മൾ കുറച്ചു നേരം അവിടെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാണ്ട് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചു നേരമൊക്കെ അവനിങ്ങനെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ അങ്ങനെ ഒരു താഴെ ഇറങ്ങി പോകും. അങ്ങനെ ശല്യം ചെയ്യാറില്ല. പിന്നെ അതും ആന ഇതും ആന, രണ്ടും ആന ആയതുകൊണ്ട് അവരും അങ്ങോട്ട് കൊമ്പ് കോർക്കാറില്ല. അതാണ് അതിന് സത്യം. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. നേരെ ചാലക്കുടിക്കാണ്. ഇവിടെ വന്ന വഴിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടില്ല. തിരിച്ച് പോണ വഴിക്ക് ആനയെ എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം. അങ്ങനെ ആനവണ്ടി യാത്രയിൽ ആനയെ കാണാനുള്ള ഭാഗ്യം നമുക്കങ്ങനെ ലഭിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. വരുന്ന വഴിക്ക് ഫോണിൻ്റെ ചാർജ് തീർന്നുപോയി. അപ്പോൾ KSRTCയിൽ യാത്ര അടിപൊളി യാത്രയായിരുന്നു. ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് മലക്കപ്പാറ വരെ 102 രൂപയാണ് ചാർജ്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല വീഡിയോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.